തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്താനുള്ള നീക്കത്തിനെതിരെ വിമർശനം ശക്തമാകുന്നു. വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിയുടെ കവാടം നിലനിർത്തി 2 ക്ഷേത്രങ്ങളുടെ ഗോപുരം പൊളിച്ചുമാറ്റിയുള്ള പുതിയ അലൈൻമെന്റ് തയ്യാറാക്കാനാണ് നീക്കം. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് സ്ഥലം ഏറ്റെടുപ്പും അനുബന്ധ നടപടികളും പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് പുതിയ നീക്കം. തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗമായ വട്ടിയൂർക്കാവിന്റെ മുഖഛായയ്ക്ക് മാറ്റം വരുത്തുമെന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ അലൈൻമെന്റിലാണ് മാറ്റം വരുത്താൻ UDF സർക്കാരും വട്ടിയൂർക്കാവ് MLA കൂടിയായ മന്ത്രി K മുരളീധരൻ നീക്കം നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാകുന്നത്. പദ്ധതിയുടെ ഭാഗമായി വട്ടിയൂർക്കാവ് മുസ്ലിം പള്ളിയുടെ കവാടം പൊളിക്കാതെ വട്ടിയൂർക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെയും കാഞ്ഞിരംപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെയും ഗോപുരം പൊളിച്ചു നീക്കിയുള്ള പുതിയ അലൈൻമെന്റ് തയ്യാറാക്കാനാണ് ശ്രമം നടക്കുന്നത്. അലൈൻമെന്റിൽ മാറ്റം വരുത്തി പദ്ധതി ഇല്ലാതാക്കുവാനുള്ള നീക്കമാണോ നടക്കുന്നതെന്ന സംശയം ബലപ്പെടുന്നതായി വട്ടിയൂർക്കാവ് മുൻ MLA VK പ്രശാന്ത് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. അപ്പോൾ അത് ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഒരാളെങ്കിൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് അവാർഡ് ചെയ്ത് എഗ്രിമെൻറ്റും ആയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു തുടക്കമിടാൻ പുതിയ MLA ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവുകാർ ദീർഘനാളുകളായി കാത്തിരുന്ന ഒരു വികസനമാണ് അദ്ദേഹം ഉദാസീനമായിട്ടുള്ള സമീപനം അതിനകത്ത് എടുക്കുന്നത്. അലൈൻമെൻറ്റുകൾ മാറ്റുമെന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഏതെങ്കിലും നിലയിൽ പദ്ധതിയെ ഇല്ലാതാക്കാനാണോ അദ്ദേഹത്തിൻ്റെ പരിശ്രമം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വട്ടിയൂർക്കാവിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വപ്ന പദ്ധതികൾ വൈകിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ കിഫ്ബി അട്ടിമറിക്കാനുള്ളൊരു ശ്രമം കൂടി അവർ നടത്തുന്നുണ്ട്. നിലവിലെ അലൈൻമെന്റ് പ്രകാരം മുസ്ലിം പള്ളിയുടെയും കവാടം പൊളിച്ചു നീക്കേണ്ടി വരുമെന്നാണ് വിവരം. എന്നാൽ ക്ഷേത്രങ്ങളുടെ ഗോപുരം മാത്രം പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. കിഫ്ബിയിൽ നിന്ന് 506 കോടിയോളം വകയിരുത്തിയാണ് ശാസ്തമംഗലം മുതൽ വട്ടിയൂർക്കാവ് മണ്ണാർക്കോണം പേരൂർക്കട വരെയുള്ള 10.8 കിലോമീറ്റർ ദൂരം ഉൾപ്പെട്ടതാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി. ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ പൂർത്തിയായതിന് പിന്നാലെയാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം അലൈൻമെന്റിൽ മാറ്റം വരുത്തുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ജനം, തിരുവനന്തപുരം.